എഡ്യൂടെക് ചാനലിലേക്ക് സ്വാഗതം. IT മിഡ് ടേം എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള 9ാം ക്ലാസ്സിലെ പ്രാക്ടിക്കൽ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അത് ചെയ്യുന്ന ഒരു മോഡലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരു പൈത്തൺ ചോദ്യമാണ് തന്നിരിക്കുന്നത്. 99 വരെയുള്ള ഒറ്റ സംഖ്യകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു പൈത്തൺ പ്രോഗ്രാം രാജു തയ്യാറാക്കിയതാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ചില അപാകതകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ അപാകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് അത് നമുക്ക് മാറ്റം വരുത്തിയിട്ട് ശരിയായ രീതിയിലുള്ളത് ചെയ്യാം. അപ്പോൾ ഈ ഒരു തന്നിരിക്കുന്ന പ്രോഗ്രാം നമ്മൾക്ക് ഇതിലേക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷനിൽ പ്രോഗ്രാമിങ്ങിൽ ഐഡിൽ ഓപ്പൺ ചെയ്യുന്നു. ഈ ഷെല്ലാണ് വന്നിരിക്കുന്നത്. അതിൽ ഫയലിൽ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിലാണ് നമ്മൾ കോഡ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ തന്നത് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യാണ് p=1. അപ്പോൾ ഇതാദ്യം നമ്മൾ സേവ് ചെയ്യണം. അതിനായിട്ട് ഫയലിൽ സേവ് ആസ് ക്ലിക്ക് ചെയ്യുന്നു. ഹോമിൽ exam9ൽ ഞങ്ങളുടെ റോൾ നമ്പർ കൊടുക്കുന്നു, _ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുന്നു, സേവ്. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. റണ്ണിൽ റൺ മൊഡ്യൂൾ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 99 വരെയുള്ള ഒറ്റ സംഖ്യകളാണ് പ്രദർശിപ്പിക്കാൻ പറഞ്ഞത്. അതിനുള്ള പ്രോഗ്രാമാണ് ഇവിടെ തന്നത്. പക്ഷേ ഇവിടെ പ്രിൻ്റ് ചെയ്തത് ഒറ്റ സംഖ്യകളല്ല, എല്ലാ നമ്പേഴ്സുമാണ് പ്രിൻ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒറ്റ സംഖ്യകൾ പ്രിൻ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ എന്താ മാറ്റം വരുത്തേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ +2 എന്ന് കൊടുക്കുക. p=p+2 എന്ന് കൊടുത്തു. ഇനി നമുക്ക് 99 വരെ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ p എന്നുള്ളിടത്ത് 100 എന്ന് കൊടുക്കണം. അപ്പോൾ ഇത്രയും മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ട് ഒന്നും കൂടി നമ്മൾ റൺ മൊഡ്യൂൾ കൊടുക്കുകയാണ്. ഓക്കെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം 1, 3, 5, 7 എന്ന് 99 വരെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം അങ്ങനെയായിരുന്നു. 99 വരെയുള്ള ഒറ്റ സംഖ്യകൾ പ്രദർശിപ്പിക്കാനാണ്. അപ്പോൾ ആ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഓക്കെ. പൈത്തണിലെ അടുത്ത ചോദ്യമാണ് തന്നിരിക്കുന്നത്. സ്കൂൾ ഫുട്ബോൾ ടീമിലേക്ക് 160 സെൻറ്റിമീറ്ററോ അതിൽ കൂടുതലോ ഉയരമുള്ളവരെ മാത്രമേ തിരഞ്ഞെടുക്കുള്ളൂ. ഉയരം ഇൻപുട്ടായി നൽകുമ്പോൾ സെലക്റ്റഡ് ആണോ ഇല്ലയോ എന്ന് പ്രദർശിപ്പിക്കാനുള്ള ഒരു പൈത്തൺ പ്രോഗ്രാം താഴെ കൊടുത്തിരിക്കുന്നു. ഇതിൽ ചില ന്യൂനതകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എന്താ എറർ ഉള്ളതെന്ന് കണ്ടുപിടിച്ചിട്ട് ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ പൈത്തൺ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻസിൽ പ്രോഗ്രാമിങ്ങിൽ ഐഡിൽ. ഇപ്പോൾ ഷെല്ല് ഓപ്പൺ ചെയ്ത് വന്നിരിക്കുന്നത്. നമ്മൾ അതിൽ ഫയൽ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്ന പേജ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ തന്നതുപോലെ ടൈപ്പ് ചെയ്യാണ്. a ഇൻപുട്ട് എന്നുള്ളത് ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഈ പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സേവ് ചെയ്യാണ്. ഫയലിൽ സേവ് ആസ് ക്ലിക്ക് ചെയ്യുന്നു. ഹോമിൽ exam9ൽ ക്വസ്റ്റ്യൻ നമ്പർ റോൾ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റണ്ണിൽ റൺ മൊഡ്യൂൾ. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഹൈറ്റ് പറയുകയാണ്. ഞാനിവിടെ 170 എന്ന് കൊടുക്കുന്നു. എൻ്റർ അടിക്കുമ്പോൾ എറർ കാണിക്കുന്നുണ്ട്. ഒന്നാമത് എറർ വരാനുള്ള കാരണം ഇവിടെയുള്ള ഈ സ്പേസാണ്. എ കഴിഞ്ഞിട്ടുള്ള ഒരു സ്പേസ് അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഇങ്ങനെ ഇത്രയും മതി. ഇനി ഒരു എറർ വരാൻ കാരണം ഇവിടെ നമ്മൾ ഒരു നമ്പർ വാല്യൂ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഇവാൽ എന്ന് പറഞ്ഞ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവാൽ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ആ ബ്രാക്കറ്റ് അവസാനം നമ്മൾ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇവാൽ കഴിഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 160ക്ക് മുകളിലുള്ളവർ സ്കൂൾ ഫുട്ബോൾ ടീമിലേക്ക് 160 സെൻറ്റിമീറ്റർ അതിൽ കൂടുതൽ ഉയരമുള്ളവരെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇത് ഈ ഒരു ഓപ്ഷൻ ശരിയാണെങ്കിൽ, ഈ ഒരു കണ്ടീഷൻ ശരിയാണെങ്കിൽ ഇവിടെ വരുന്ന മെസ്സേജ് യു ആർ നോട്ട് സെലക്റ്റഡ് എന്നാണ്. അപ്പോൾ നോട്ട് സെലക്റ്റഡ് എന്നല്ല വരേണ്ടത്, യു ആർ സെലക്റ്റഡ് എന്നാണ് വേണ്ടത്. ഇവിടെ തന്നത് 160 സെൻറ്റിമീറ്റർ കൂടുതലുള്ളവർ സെലക്റ്റഡ് ആണ്. അപ്പോൾ അല്ലെങ്കിലാണ് അതിൽ താഴെയുള്ളവരാണ് യു ആർ നോട്ട് സെലക്റ്റഡ് എന്നുള്ളതിൽ വരേണ്ടത്. നമ്മൾ മാറ്റി ടൈപ്പ് ചെയ്യുന്നു. ഇത്രയും മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം നമ്മളൊന്ന് റൺ ചെയ്ത് നോക്കുക. റണ്ണിൽ റൺ മൊഡ്യൂൾ.
അപ്പോൾ ഇവിടെ എൻ്റർ യുവർ ഹൈറ്റ് കൊടുക്കുന്നു, 170 കൊടുക്കുകയാണ്, എൻ്റർ. അപ്പം യു ആർ സെലക്റ്റഡ് എന്ന് വന്നു. ഇനി അടുത്ത ഒന്നും കൂടി നോക്കാം. റണ്ണിൽ റൺ മൊഡ്യൂൾ അടിക്കുകയാണ്. എൻ്റർ യുവർ ഹൈറ്റ് 150 എന്ന് കൊടുക്കാം. അപ്പം യു ആർ നോട്ട് സെലക്റ്റഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ പ്രോഗ്രാം മാറ്റി ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു മാറ്റങ്ങൾ ഇവാൽന്ന് കൊടുത്തു, അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്പേസ് നമ്മൾ കളയാണ് ചെയ്തത്. പിന്നെ യു ആർ നോട്ട് സെലക്റ്റഡ് എന്നുള്ളത് യു ആർ സെലക്റ്റഡ് എന്നാക്കി. ഓക്കെ.